നാളെ നടക്കുന്ന കാലിക്കറ്റ് സർവകലാശാല ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ UDSF തീരുമാനം. ക്രമക്കേട് നടത്തിയ അധ്യാപകർക്കെതിരെ നടപടിയെടുത്തില്ലെന്നാരോപിച്ചാണ് തീരുമാനം. വോട്ടെണ്ണലിന്റെ നടന്ന സംഘർഷത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിരുന്നു. സലാമുണ്ട്, വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. സലാം. ഈ ഒക്ടോബർ 10 നടന്ന ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ഈ DC ഇടപെട്ട് റദ്ദാക്കിയതിന് കാരണം ഈ വോട്ടെണ്ണലിനിടെ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു. ചില വിദ്യാർത്ഥികൾ, അതായത് ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് സാമഗ്രികളിൽ കൃത്യമായ സീലിംഗ് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ക്രമനമ്പർ, ഈ ബാലറ്റ് പേപ്പറിലെ ക്രമനമ്പർ ശരിയായിരുന്നില്ല. ആ രീതിയിലൊക്കെ തന്നെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ രംഗത്തെത്തുകയും അതൊരു തർക്കത്തിലെത്തുകയും സംഘർഷത്തിലെത്തുകയുമായിരുന്നു. അതേ തുടർന്നാണ് വോട്ടെടുപ്പ് റദ്ദാക്കിയത്. പിന്നാലെ വൈസ് ചാൻസലർ ഒരു അന്വേഷണ കമ്മിറ്റി രൂപീകരിക്കുകയും ആ അന്വേഷണ കമ്മിറ്റി വ്യാപകമായി ഈ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തുകയും ചെയ്തു. കണ്ടെത്തിയത് ഈ റിട്ടേണിംഗ് ഓഫീസർ ആയിട്ടുള്ള അധ്യാപകൻ ഈ വലിയ രീതിയിൽ ക്രമക്കേടിനെ കൂട്ടുനിന്നു എന്നുള്ള രീതിയിലുള്ള ഒരു കണ്ടെത്തലാണ് ഈ അന്വേഷണ കമ്മിറ്റിയുടെ ഭാഗത്തുണ്ടായത്. ആ ഒരു സാഹചര്യത്തിൽ ഈ അധ്യാപകർക്കെതിരെ, അതായത് ഈ വോട്ടെടുപ്പിൽ ക്രമക്കേടിനെ കൂട്ടുനിന്ന നേതൃത്വം നൽകിയ അധ്യാപകർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാതെ വോട്ടെടുപ്പിന് തയ്യാറല്ല എന്നുള്ളതാണ് UDSF അറിയിച്ചിട്ടുള്ളത്. നാളെയാണ് ഈ റദ്ദാക്കിയ തെരഞ്ഞെടുപ്പിന്റെ റീപോളിംഗ് നടക്കുന്നത്. ആ റീപോളിംഗ് നടക്കാനിരിക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം UDSFന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഇതിൽ ആവശ്യപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒക്ടോബർ 10 നടന്ന വോട്ടെടുപ്പിലെ ക്രമക്കേടിനെ കൂട്ടുനിന്ന അധ്യാപകർക്കെതിരെ കർശന നടപടിയെടുക്കാതെ ഇനിയൊരു വോട്ടെടുപ്പിലേക്ക് പോകില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തുകൊണ്ടാണ് ഇപ്പോൾ UDSF നാളെ നടക്കാനിരിക്കുന്ന കാലിക്കറ്റ് സർവകലാശാല ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നത്. വർഷ